ഇനിയിപ്പോൾ അറിയാമെങ്കിലും അറിയൂലെങ്കിലും എനിക്ക് ഇങ്ങനെ കൊടുക്കാനേ അറിയൂ. കല്യാണ പെണ്ണിൻ്റെ ആഗ്രഹം കാരണം ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വൈകിയൊരു കഥ. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ എല്ലാവരും സാരി ഉടുത്ത് തന്നെ അവളുടെ കല്യാണത്തിന് ചെല്ലണം എന്നുള്ളത്. ആർക്കെങ്കിലും ഒരാൾക്ക് സാരി ഉടുക്കാൻ അറിയായിരുന്നെങ്കിൽ അത് ഇച്ചിരി എളുപ്പമായേനെ. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, 3:30 തൊട്ട് 6:30 വരെ ഞങ്ങൾ ഇത്രയും പേരെയും സാരി ഉടുപ്പിച്ച ഒരൊറ്റ കൊച്ചാണ് കേട്ടോ. അങ്ങനെ സാരി ഉടുത്തൊരുങ്ങി ഞങ്ങൾ എല്ലാവരും കൂടി നൗഷാദേട്ടൻ്റെ ബസ്സിൽ ഇങ്ങനെ പോവുകയാണ്. പോത്തങ്കോട് വെച്ചായിരുന്നു കല്യാണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും അടിച്ചു പൊളിച്ചൊരു ബസ് യാത്ര ഇല്ല കേട്ടോ. 6 മണിയായി. റാബിന് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എല്ലാവരും ചിരിച്ച് കളിച്ച് നിൽക്കുവാണെങ്കിലും സാരി കഴിഞ്ഞ് വീഴരുതേ എന്ന് പ്രാർത്ഥനയിലാണ് എല്ലാവരും കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അർമാദിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു. രേഷ്മ എൻ്റെ വ്ളോഗ് ചെയ്തു, ഞാൻ രേഷ്മയെ വ്ളോഗ് ചെയ്തു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാട്ടും ബഹളവും കൂത്തും ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ എത്തി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം. അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത അനന്ത് പാവം, അവൻ 4:30 തൊട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ അവനെ ആശ്വസിപ്പിച്ചെടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഒടുവിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ സുരേഷ് ബ്രോ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ വാർഡിലുള്ള സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും കല്യാണത്തിനുള്ള എല്ലാവരും അവർ വീട്ടിൽ പോകാറായി കേട്ടോ. ലാസ്റ്റ് പന്തിയിൽ കാറ്ററിംഗ് സർവീസുകാരെല്ലാം മടക്കി വെക്കുന്നത് നൂത്തിടേണ്ടി വന്നു. അത്രയ്ക്ക് ലേറ്റായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങളും അവരും ഒരുമിച്ചാണ് കഴിച്ചത്. അപ്പോൾ അതിനർത്ഥം അറിയാമല്ലോ, അവിടെ ഫുള്ള് ക്ലോസ് ചെയ്തപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയിട്ട് പിന്നെ ഫോട്ടോ എടുപ്പായി, വീഡിയോ എടുപ്പായി, ഡാൻസ് എടുപ്പായി, വെറുതെ ഇരുന്ന കൊച്ചിനെ പിടിച്ചെടുത്ത് റീലെടുപ്പായി. പിന്നെ തിരിച്ചൊരു വരവ്, അതൊരു 1.5 വരവായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.